നമസ്കാരം. മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ തലമുറ മാറ്റം ആഗ്രഹിച്ചിരുന്നതായി സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജഗദീഷ്. പൃഥ്വിരാജിനെയും കുഞ്ചാക്കോ ബോബനെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ തിരക്ക് കാരണം ഇരുവരും പിന്മാറുകയായിരുന്നുവെന്നും ജഗദീഷ് വ്യക്തമാക്കി. യുവതാരങ്ങൾ ഇല്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പ്രസിഡന്റ് പദവിയിൽ തുടരാൻ മോഹൻലാൽ തീരുമാനിച്ചത്. താരങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ഭാരവാഹി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടില്ല. വനിതകളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പരിഭവിച്ച് മാറി നിൽക്കുന്നവരെ സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ജഗദീഷ് വ്യക്തമാക്കി. കൊച്ചിയിൽ നടന്ന സംഘടനയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ നടൻ സിദ്ദിഖിനെ അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരുന്നു. നീണ്ടകാലം ഇടവേള ബാബു വഹിച്ച പദവിയിലാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ ട്രഷററായിരുന്ന സിദ്ദിഖ് എത്തുന്നത്. 157 വോട്ടുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖിനെ കൂടാതെ കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് മത്സരിച്ചത്. പ്രസിഡന്റായി നടൻ മോഹൻലാലിനെയും ട്രഷററായി ഉണ്ണി മുകുന്ദനെയും എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു. തുടർച്ചയായ 3-ാം തവണയാണ് മോഹൻലാൽ പ്രസിഡന്റായി തുടരുന്നത്. അനൂപ് ചന്ദ്രനെ തോൽപ്പിച്ച് 198 വോട്ടുകളോടെ ബാബുരാജ് ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജഗദീഷ് 245 വോട്ട്, ജയൻ ചേർത്തല 215 വോട്ട് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ സ്ഥാനത്തേക്ക് മത്സരിച്ച മഞ്ജു പിള്ള പരാജയപ്പെട്ടു. അനന്യ, കലാഭവൻ ഷാജോൺ, സരയു, സുരാജ് വെഞ്ഞാറമൂട്, സുരേഷ് കൃഷ്ണ, ടിനി ടോം, ടൊവിനോ തോമസ്, അൻസിബ ഹസൻ, ജോയ് മാത്യു, വിനു മോഹൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. സരയു, അൻസിബ ഹസൻ എന്നിവരുടെ വോട്ടുകളുടെ എണ്ണം പ്രഖ്യാപിച്ചിട്ടില്ല. 11-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 12 പേരാണ് മത്സരിച്ചത്. രമേശ് പിഷാരടി, റോണി ഡേവിഡ് എന്നിവർ പരാജയപ്പെട്ടു. തുടർന്ന് അമ്മയുടെ ഭരണഘടന അനുസരിച്ച് ആകെയുള്ള 17 ഭാരവാഹികൾ 4 പേർ സ്ത്രീകളായിരിക്കണമെന്ന ചട്ടം മുൻനിർത്തി ഒരു നടിയെ കൂടി എക്സിക്യൂട്ടീവിലേക്ക് തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. വൈസ് പ്രസിഡന്റ് മത്സരത്തിൽ പരാജയപ്പെട്ട മഞ്ജു പിള്ളയുടെയും ജനറൽ സെക്രട്ടറിയായി മത്സരിച്ച കുക്കു പരമേശ്വരന്റെയും പേരുകൾ ഉയർന്നതോടെ തർക്കമായി. തുടർന്ന് പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് ഇവരിലൊരാളെ തെരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 506 അംഗങ്ങളുള്ള അമ്മയിൽ 336 പേർ വോട്ട് രേഖപ്പെടുത്തി. മമ്മൂട്ടി UK-യിലായതിനാൽ യോഗത്തിന് എത്തിയിരുന്നില്ല. അതിനിടെയാണ് വെളിപ്പെടുത്തലുമായി ജഗദീഷ് എത്തിയത്. പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ഇത്തരത്തിൽ നേതൃനിരയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവർക്ക് തിരക്കായതുകൊണ്ടാണ് മാറി നിന്നത് എന്നാണ് ജഗദീഷ് പറഞ്ഞിരിക്കുന്നത്.